ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നും രാവിലെയോ ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു. തീരെ വയ്യായിരുന്നു. രാവിലെയൊക്കെ നല്ല തലവേദനയും കാര്യങ്ങൾ. തലവേദന വെച്ചാൽ തലകറക്കം മെയിനായിട്ട് എനിക്ക് ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കുറേ പേര് ചോദിച്ചു. കുറവില്ല. കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ കുറവുണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഇടയ്ക്ക് എനിക്ക് നല്ല കുറവായിട്ട് തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെയും ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയി നോക്കണം. അപ്പോൾ എൻ്റെ പോയി ഒന്ന് കണ്ട് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നാളെയോ മറ്റന്നാളോ ഹോസ്പിറ്റലിൽ പോകണം എന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ വിളക്കൊക്കെ ഒന്ന് തേച്ച് ഒന്ന് വെക്കണം. അപ്പം നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് ഞാൻ കത്തിക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഈ ഒരു പീരിയഡ്സിൻ്റെ ഒക്കെ സമയം വരുമ്പോൾ നമ്മൾ വിളക്കത്തിപ്പും കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കുഞ്ഞൻ ജോലി കഴിഞ്ഞ് വരുന്നത് ചിലപ്പോൾ 6:30 ആവും. ആ സമയത്തൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങനെ കത്തിക്കാറില്ല. പിന്നെ എല്ലായിടത്തും ഞാൻ തന്നെയല്ലേ ഓടി നടക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നമുക്ക് നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങളൊക്കെ കാണത്തില്ലേ, ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാനും. നമ്മളിപ്പോൾ എത്രയൊക്കെ അല്ല അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനകത്ത് ഒരു പേടിയും അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. ആ ഒരു തോന്നൽ വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനക്കേട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് കത്തിക്കാത്തത് കൊണ്ട് തന്നെ നല്ല അഴുക്ക് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്ത് എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ ഒരുമാതിരി ഗ്രീൻ കളർ പോലെ ആവുമല്ലോ. അപ്പം നല്ല രീതിയിലൊന്ന് തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഹോളും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വിളക്ക് അപ്പോൾ ഒരാഴ്ച കൊണ്ട് കത്തിക്കുന്നില്ലാത്തതുകൊണ്ട് ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വ്ളോഗിനകത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നൊരു വ്ളോഗ് ഇട്ടപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ മീൻ കഴിച്ചിട്ട് വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത്. കുറേ പേര് ചോദിച്ചു മീൻ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാവോ എന്നൊക്കെ. കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറില്ലേ, എനിക്കറിയില്ല. എൻ്റെ അറിവിൽ നമ്മൾ കുളിച്ചിട്ട് നമ്മൾ പോയാൽ നമുക്കതൊരു വിഷയമല്ല എന്നാണ് എനിക്കൊരു വിശ്വാസം. ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഇതൊട്ട് അമ്പലവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. അറിയാത്ത ആൾക്കാർക്കും കൂടെ മനസ്സിലാകട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് 2 രീതിയിലാണ് കമൻറ്റ്സ് വന്നത്. ഒരു കൂട്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിച്ചാലും നമുക്ക് കുളിച്ചതിന് ശേഷം, അതായത് നോൺ വെജ് കഴിച്ചാലും കുളിച്ചതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പോകാം. ഒരു കൂട്ടർ പറഞ്ഞു നോൺ വെജ് കഴിച്ചാൽ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെയാണ്. എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അറിവിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡാണ് ആ ഒരു സമയത്ത് പോലും അല്ല കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് വൈകുന്നേരം ആകുമ്പോൾ ദഹിക്കാതിരിക്കത്തില്ലല്ലോ. നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡായാലും ദഹിച്ച് പോകും. ആ ഒരു സമയത്ത് നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയാതെ ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്കടെ അമ്പലത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, പൂജാരിമാരും, അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചില ഓരോ ഡൗട്ടുകളും കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഓരോരുത്തർ പറയുമ്പോൾ നമുക്കും തോന്നുമല്ലോ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതാ വിളക്കെത്തിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമുക്ക് ഇന്ന് സ്നാക്സ് ഒന്നും ഇല്ല. അപ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ. കുഞ്ഞൻ ആ സമയത്ത് വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിശന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മറ്റേ കപ്പക്കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു, മധുരക്കിഴങ്ങെന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞാനിന്ന് പുഴുങ്ങിയെടുക്കാൻ, ചാവിയിൽ കയറ്റി പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. നല്ല മണ്ണുണ്ടല്ലോ ഇതിൻ്റെ മുകളിലൊക്കെ. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തില്ലെങ്കിൽ നമ്മൾ മണ്ണ് കഴിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ഒന്ന് ആവിയായിട്ട് എടുക്കുന്നു. പെട്ടെന്നാവും കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോൾ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്കെൻ്റെ പഴയ ഓർമ്മകളാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ കുടുംബമുണ്ട് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ അവിടെ കുടുംബമുണ്ട്. കുടുംബത്ത് അന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ പുരയിടത്ത് കൃഷി നടത്തുമല്ലോ. അവിടെ അത്യാവശ്യം പുരയിടങ്ങളുള്ളതുകൊണ്ട് അവിടെ കൃഷിയൊക്കെ നടത്തുമായിരുന്നു. ഈ പറയുന്ന കാച്ചിൽ, ചേമ്പ്, ചേന, കപ്പ, പിന്നെ കൂവ, കൂവയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നട്ട് വെച്ചേക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ വിളവെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും വിളവെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേർ സെറ്റൊക്കെ അവിടെ ഇങ്ങനെ പോയിരിക്കും. അമ്മയും മമ്മിയും ഒക്കെ ഇങ്ങനെ എല്ലാം എടുത്തൊക്കെ വരുമ്പോൾ ഇതിനകത്ത് വെട്ടുകൊള്ളുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അന്നേരം മാറ്റിയൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് വലിയൊരു കലത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ വെട്ടി ഒരുമിച്ചിട്ട് വേവിക്കും കേട്ടോ. ഒരുമിച്ചിങ്ങനെ ആ ഒരു ഇതിനകത്ത് കലത്തിനകത്ത് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞൊരു വലിയൊരു ഇല വെട്ടും, വാഴയില അങ്ങോട്ട് വെട്ടിയിട്ട് അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ടിട്ട് നല്ല
കാന്താരി മുളക് ഉടയ്ക്കും കേട്ടോ. കാന്താരിക്ക് ഇഷ്ടം പോലെ ആ സമയത്ത് ഉണ്ടായിരുന്നു. കാന്താരി മുളക് ചമ്മന്തി അങ്ങോട്ട് അരച്ച് നല്ല ഉണക്കമീൻ ചുട്ടോ അല്ലെങ്കിൽ വറുത്തോ ഒക്കെ ആ സൈഡിലോട്ട് വെക്കും. പിന്നെ ഒരു കട്ടനും കാണും കേട്ടോ. എൻ്റെ പൊന്നി, എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എൻ്റെ വായിക്കൂടെ കപ്പലോടുന്നു കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ, അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിയിരിക്കും കേട്ടോ. ആ ഒരു വാഴയിലയുടെ ആ ഒരു ഇല വലുതായിരിക്കുമല്ലോ ഇടുന്നത്, നീളത്തിന് അങ്ങോട്ടിട്ട് എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ എന്നാ ടേസ്റ്റുമാണ്, എന്ത് രസമാണെന്നറിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് തരും കേട്ടോ ആ സമയത്ത്. ഇപ്പം അതൊക്കെ ഒരു ഓർമ്മ മാത്രമായിട്ടോ, നല്ല കുറേ ഓർമ്മകൾ മാത്രമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയി. ഇപ്പം അതൊക്കെ ഇനി ഉണ്ടാവുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇനി ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഈ പറയുന്നത് നമ്മൾ കൂട്ടുകുടുംബമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബത്തുള്ള എല്ലാവരും ഒരേപോലെ നമുക്ക് സന്തോഷവും സമാധാനത്തോടെ ഇങ്ങനെ ഒരേ രീതിയിൽ ചിന്തിച്ചൊക്കെ മനസ്സിലാക്കി നിൽക്കുവാണെങ്കിൽ നല്ലതാണ്. അതല്ല ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെടുത്താലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ആ രീതിയിലൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബത്തിനേക്കാളും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിനാണ് നല്ലത്. മനസ്സമാധാനമാണല്ലോ വലുത്. അതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താ ഈ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറിനൊക്കെ കട്ട് ചെയ്ത് അത് അടുപ്പത്താക്കി അത് കഴിഞ്ഞ് മാവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയൊക്കെ വെച്ചു. ഇഡ്ഡലി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ കുഞ്ഞിന് ഇവിടെ വന്ന് കുറേ നേരം കൊണ്ട് ഇരിക്കുമായിരുന്നു. വാതിക്ക് വന്ന് നിൽക്കുമായിരുന്നു. നല്ല പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഇതാ ഒരു അടുക്കള വാതിക്ക് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആ മഴ കാണാൻ പറ്റത്തില്ല, വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ ആ ഭാഗത്ത് ലൈറ്റ് ഇടാഞ്ഞത് കൊതുവിൻ്റെ ശല്യം നല്ല രീതിയിലുണ്ട്. അന്നേരം ഞങ്ങൾ എന്താ അവിടെ പോയി ഇരുന്നേന്നല്ലേ, ഒരു രസത്തിന് അവിടെ പോയി ഇരുന്നേ കേട്ടോ. അവിടെ ഇരുന്നപ്പോൾ നല്ല എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മഴ പെയ്യുമ്പോൾ ആ ഒരു ചീതാനം ഇങ്ങനെ അടിച്ച് കയറും, പിന്നെ നല്ല തണുപ്പും, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കതവ് ഇങ്ങനെ തുറന്നിട്ട് തന്നെ നല്ല രീതിയിൽ കതവ് കയറുമെന്ന് കൊതുക് കയറും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അതാണ് അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് ഇതാ വന്നു ഞാൻ ഇഡ്ഡലിക്കുള്ളതൊക്കെ നമ്മൾ തട്ടത്തിലൊക്കെ ആക്കി ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ളത് വെന്തിരിക്കുമായിരുന്നു. അപ്പം അത് ഒന്ന് കടുവറുത്ത് ഒന്ന് ഒഴിച്ച് എല്ലാം സെറ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടെ കടുവൊക്കെ ഇങ്ങനെ താളിച്ച് സാമ്പാറൊക്കെ ഒന്ന് ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. മല്ലിയില ഞാൻ അത്യാവശ്യം ഇടും കേട്ടോ. എനിക്ക് മല്ലിയില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനവും അത് തന്നെ ആയിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ വെച്ചാൽ മല്ലിയില ഇല്ലെങ്കിൽ ഒരു സുഖമില്ലെന്നേ, ഒരു ഗുമ്മ് കാണത്തില്ല എന്നൊക്കെ പറയത്തില്ല, അതേപോലെയാണ് മല്ലിയില ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാ മല്ലിയിലൊക്കെ ഇട്ടൊക്കെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ വാരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു ഇന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ചട്നി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഇഡ്ഡലി, അപ്പം, ദോശ അങ്ങനെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാം തെറ്റിപ്പോയത് നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയ സമയത്തായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് മാവ് മേടിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഇനി എവിടെയാണ് മിക്സിയൊക്കെ ശരിയാക്കുന്നതെന്നും ആ ഒരു ഷോപ്പൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനെ പോകുമ്പോഴൊക്കെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നോക്കും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. അയ്യോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ നമ്മുടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയി നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നീട് ഇതാ അവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സംഗി പാത്രം കഴുകാനുള്ളത് കൊണ്ട് അവൾ കഴുകി തരും കേട്ടോ. അവൾ വന്നതിന് പിന്നെ എനിക്ക് നല്ല സഹായമാണ്. എനിക്ക് അതുകൊണ്ട് ഇപ്പം ബാക്ക് പെയിനേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് പെയിൻ്റെ കാര്യം ഇനി ഓർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓർത്ത് കഴിഞ്ഞാൽ അപ്പോഴും വരും സാധനം. അത് എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാലാണ് എനിക്കൊന്ന് മെയിനായിട്ടുള്ള പ്രശ്നം. അങ്ങനെ ഇത് അവൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഞാൻ പിന്നെ ഇത് അവിടേക്ക് ഒതുക്കി. പിന്നെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നത് അത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ വട്ടം വെക്കുന്നതിനേക്കാളും 2 ദിവസത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം എടുക്കാമല്ലോ. ഇപ്പോൾ തലേന്ന് രാത്രി വെക്കുകയാണെങ്കിൽ തലേന്ന് രാത്രിയിൽ എടുക്കും, പിറ്റേന്ന് രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും കൂടെ കാണുമല്ലോ, അങ്ങനെ എടുക്കും. അങ്ങനെ ഇതാ അതൊക്കെ ഒഴിച്ച് വെച്ച് അവിടെയും തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇതാ കുറച്ച് മുട്ട നമ്മളൊന്ന് എടുത്ത് വെക്കാനുണ്ട്. അനീറ്റ കൊണ്ടുവന്ന മുട്ടയാട്ടോ. അപ്പോൾ അത് ഞാൻ കവറിൽ തന്നെ ഇരുന്നതുകൊണ്ട് ഈർപ്പം അടിച്ചിട്ടുണ്ട്. നനവോടെ ആ ഒരു ഈർപ്പത്തോടെ വെക്കുകയാണെങ്കിൽ മുട്ട പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വേണം എപ്പോഴും മുട്ട വെക്കാൻ. അത് ഇങ്ങനെ തുറന്ന സ്ഥലത്ത്, അതായത് ഇങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറുന്നിടത്ത് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കേടാവാതെയൊക്കെ ഇരിക്കട്ടോ. പിന്നെ നമ്മൾ ഒരുപാടങ്ങ് നാൾ വെച്ചേക്കത്തില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ മേടിക്കുമല്ലോ. ഞാൻ കുറച്ചേ മേടിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ആദ്യമൊക്കെ ഒന്ന് തുടച്ചൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ.
ഖദീജ അലിയുടെ ഇത്താടെ ബർത്ത്ഡേ ജൂലൈ 31 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൻസു ലിബിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് പേരറിയില്ല. പ്രവീണ കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 31 പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾക്കും ഹസ്ബൻഡിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവു അപ്പു ഹസ്ബൻഡിൻ്റെ പേര് കണ്ണൻ എന്നായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ തൻസിയുടെ മകളായ സഹ്റയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദർശന ബിച്ചു എന്നൊരു ഐഡിയിൽ നിന്ന് ദർശന മോളുടെയും പ്രശാന്തിൻ്റെയും ബർത്ത്ഡേ ജൂലൈ 31 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുഞ്ഞു മക്കൾക്കൊക്കെ എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അതുപോലെ ശരണ്യ, സൈൻവിക ഹായ് പറയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 3 പേർക്ക് നമ്മുടെ ഒരു ഹായ് ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.